താരപ്പകിട്ടിലേക്ക് സ്വാഗതം. നടനും സംവിധായകനുമായ മലയാളികളുടെ പ്രിയപ്പെട്ട പ്രതാപ് പോത്തനാണ് ഇന്ന് നമ്മളോടൊപ്പം. Hi sir. Hello. Hi. Once upon a time there was a Kallan. I say once upon a time there was an actor, still he rocks. Thank you so much. Thank you so much. ഈ മൂവി അവാർഡ് കിട്ടി, എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക്? എനിക്ക് ഈവൻ ഫ്രം തകര ഐ ഹാവ് ബീൻ ഇഗ്നോർഡ്. എനിക്ക് ഞാൻ ഒരുപാട് ഗുഡ് പിക്ചേഴ്സ് in Malayalam. Yes. And even as a director too. Uruduveda was very good. It got a national award. യാത്രാമൊഴി സംവിധാനം. യാത്രാമൊഴി. Daisy. Other national award was given to Tilagan. It was ignored here. It was always ignored by the committee here. And Tagara, I know why it was ignored also. There was a particular lobby working against it. So it was my ambition to get a film, like a Filmfare Awards, awards even in Tamil Nadu and all that, even national. So this was a full circle from Tagara to തകരയിലെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ താതാത്മ്യം പ്രാപിച്ച ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ എല്ലാവർക്കും തകരയെ വിളിക്കും, മണ്ടൻ തകരെ. ഇപ്പോഴും മലയാളികൾ വളരെ ഇഷ്ടത്തോടു കൂടി ഓർക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ തകരയുടെ ഒരു എക്സ്പീരിയൻസ്. തകര വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഭരതൻ ഇൻസിസ്റ്റഡ് ആരവം പൊട്ടിയിട്ടും നെടുപടി വേണു, ഐ മീൻ മീ എന്ന നെടുപടി വേണു വിൽ ബി ഇൻ ദ പിക്ചർ. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത അതിനൊരു പ്രൊഡ്യൂസർ കിട്ടാനും, പിന്നെ ബാബു എന്നത് പ്രൊഡ്യൂസ് ചെയ്ത് അത് റിലീസ് ചെയ്യാൻ ഇറ്റ് ടുക്ക് us 4 months. അത് പെട്ടിയിലിരുന്ന് അൾട്ടിമേറ്റ്ലി ഇറ്റ് വാസ് റിലീസ്ഡ് ആൻഡ് ഇറ്റ് ബിക്കേം എ ട്രെൻഡ് സെറ്റർ എന്ന് പറയാം. പക്ഷേ അതാണ് ഒരു സംവിധായകൻ്റെ കോൺഫിഡൻസ് എന്ന് ഞാൻ വിശ്വസിക്കും. കാര്യം ഒരു സിനിമ അത്രയും വിജയിച്ചില്ല, വളരെ മോശമായി എങ്കിലും രണ്ടാമത്തെ സിനിമയിലൂടെ എനിക്ക് പറയാനുള്ളത് പറയും, ഇത് വിജയിക്കുമെന്നൊരു കോൺഫിഡൻസ്. അത് ഇത്രയും വലിയൊരു ലെജൻഡിന് മാത്രമായിരിക്കും ചിലപ്പോൾ അത് മുൻവിധി എന്നുള്ളൊരു കാര്യം ലഭിക്കുന്നത്. അതെ, most people now they blame the stars for the success and failure. Actually it is not the stars, it's how good the director is. You're as good as your director. Bharathan he was able to look at talent. പുള്ളിക്കാരൻ ആ ടാലൻറ്റ് കണ്ടുപിടിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു. ആൻഡ് നോ മാറ്റർ എവരിവൺ സേ വൈ ഈസ് ഹി ഡൂയിങ് തകര. ആ സമയത്ത് ഐ വാസ് സ്കിന്നി and I looked very anglicized. How many people tried to cut me off from speaking my own lines in Tagara? But Bharathan was insistent. ഞാൻ തന്നെ ഡബ് ചെയ്യണോ. That helped the picture. So but in the end when you look at it, Tagara became such a massive hit and such a cult film that it took me Chamanam to change that image of Tagara. ഇന്നും ആൾക്കാർ വളരെ സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു ക്യാരക്ടറും ആ ക്യാരക്ടർ ഇറ്റ്സെൽഫ് റോക്സ്. ഒരു വ്യക്തി എന്നുള്ള അതിനപ്പുറം ഒരു സിനിമയിൽ എപ്പോഴും അതൊരു വലിയ ഭാഗ്യമാണ്. അതെ, it all depends on how your author has written up your story, your character. The actor just delivers what is in the thing, But captain of the ship is always the director and the writer. ഒരുപാട് അഭിനയിച്ചു, സംവിധാനം ചെയ്തു. ഏതാണ് ഏറ്റവും കംഫർട്ടബിൾ ഓർ ഏതാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? If you ask me, enjoyment എന്ന് പറയുന്ന lack of responsibility and ഒന്നുമില്ലാത്ത acting, they pay you for they pay you for nothing. But enjoyment in the true sense, the creative enjoyment, the satisfaction that you've done something comes from direction only, because it is your baby, it's your vision. നമ്മുടെ തലേ കാണുന്ന വിഷനാണ്. യാത്രാമൊഴിയുടെ ഇന്നും ആ ശിവാജി ഗണേശൻ ലെജൻഡ് ഇന്നും ആൾക്കാർ ആ മൂവി ഓരോ സിറ്റുവേഷനും ഇന്നും ഞാനൊരു 2-3 പ്രാവശ്യം ആ സിനിമ കണ്ടിട്ടുണ്ട്. ബട്ട് ഇപ്പോഴും എനിക്ക് ഓരോ സീൻ പെട്ടെന്ന് ഓർമ്മ വരുന്ന, മനസ്സിൽ പതിക്കുന്ന ഒരു സിനിമയാണ്. ശിവാജി ഗണേശനെ പോലെയുള്ള ഒരു ലെജൻഡ് ആക്ടർ എങ്ങനെയായിരിക്കും ലൊക്കേഷനിൽ? ഹി ഈസ് എ ഫാന്റാസ്റ്റിക് ആക്ടർ. പുള്ളിക്കാരൻ പറയും എൻ്റെ അടുക്ക, ഞാൻ കൊടുത്തിട്ടേ ഇരുപ്പേൻ, നീ എടുത്തുക്കോ,
And he also says that I know nothing other than acting. Acting and Geo. When he comes in front of your camera, vibe and all. it's fantastic. And we were shooting pacemaker and we couldn't push him. So only 4 hours in the morning and 4 hours in the morning, that's all. ഈവൻ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആ ഒരു പേസ് മേക്കർ വെച്ചാണ് ആ ഡാൻസും ലാലേട്ടനൊപ്പം. He was very good at that. So was Lal. Lal was also. But I had the best actors delivering the parts there. Tilaganayalam, Oru Sini Vannayanam, he was very good in that. സിനിമ എന്നുള്ള ഒരു ട്രൂ സബ്ജക്റ്റ് മനസ്സിലെപ്പോഴാണ് ആദ്യമായിട്ട് വന്നത്? യെസ്, ഇതാണ് എൻ്റെ ഫീൽഡ് എന്ന് സാറ് ഡിസൈഡ് ചെയ്തത്, അല്ലെങ്കിൽ അതിലോട്ടുള്ള ഒരു പാഷൻ? I think everyone who has seen a picture wants to be a filmmaker or wants to be an actor. I think എല്ലാവർക്കും ഉണ്ട് അത് ഉള്ള. If you like films, even ഒരു സയൻറ്റിസ്റ്റിനെ എടുത്താലും എനിക്ക് നല്ല കഥയുണ്ട്, അത് എത്ര പേര് പറയുന്നു. Now that time the hardware was not available. But probably my first when I saw Bicycle Thieves with Roddy Sikada, I said, wow, this is. And then slowly my brother was in films. Yeah. So I gravitated towards that, meeting. I liked the process. ബ്രദർ എന്ന് പറഞ്ഞപ്പോഴാണ്, ബ്രദറിനെ കുറിച്ച് മലയാളം സിനിമയിൽ തന്നെ പറയുന്നത് ഇത്രയും നട്ടെല്ലുള്ള ഒരു ധീരനായ ഒരു പ്രൊഡ്യൂസർ എന്നാണ്. Yes, that's true. Because now you find anyone, even the butcher, the baker, the candlestick maker, everyone is a film producer. Dubai, they make it, they will depend on satellite, they will go to the star who sells for the satellite. And satellites, അവർ കഥയ്ക്കല്ല കാശ് കൊടുക്കുന്നത്, അത് ഡയറക്ടർക്കല്ല കാശ് കൊടുക്കുന്നത്. പക്ഷെ അക്കാലത്ത് ബാനറിനായിരുന്നു ഇമ്പോർട്ടൻസ്. ഇത് കമ്പാരിറ്റീവ്ലി കുറഞ്ഞില്ലേ? ഇത് കുറഞ്ഞു, ബിക്കോസ് ദാറ്റ് ടൈം ഒരു പ്രൊഡ്യൂസറായിരുന്നു ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം ആക്ടറാണ് ഡിസൈഡ് ചെയ്യുന്നത്. വെദർ യു ടേക്ക് തമിഴ്, വെദർ യു ടേക്ക് മലയാളം, ദി ആക്ടർ ഡിസൈഡ്സ്. പക്ഷെ ഒരു പരിധി വരെ കുറേ സംവിധായകനും ഹോൾഡ് വെരി ഫ്യൂ ആൻഡ് ഫാർ ബിറ്റ്വീൻ. ഇപ്പം പ്രൊഡ്യൂസർ, വേർ ഇസ് എ പ്രൊഡ്യൂസർ? ഇപ്പം പണ്ടത്തൊക്കെ AVM and പല സിനിമകളും ബാനേഴ്സിലാണ് അറിയപ്പെടുന്നത്. All they look, the producer chose the script, he chose the director, he chose. ഇപ്പം അങ്ങനെയല്ല നടക്കുന്നത്. The actor chooses the producer, the actor chooses the director. എല്ലാം it has come all topsy turvy. സാറിനെ നേരത്തെ പറഞ്ഞു ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമയാണ് എന്നെ ഈ ഫീൽഡിലോട്ട് കൊണ്ടുവന്നതെന്ന്. സാറിൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഒരു ഊട്ടിയിലായിരുന്നു അല്ലെ, സ്കൂളുകൾ. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ പാരൻറ്റിങ് എന്ന് പറയുന്നത്? I think it's very, very important. Yeah. But ഈ ബോർഡിംഗ് സ്കൂൾസിലൊക്കെ പോകുമ്പോൾ we make a lot of friends. And friends become more important. Actually, parenting is nil there. You don't have parents to tell you what is right, what is wrong. And I feel that parenting is a must if the parents are good. If you constantly have parents, വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന parents വീട്ടിൽ, then it's not good for the child. But my case, it was not like that. My father wanted me to go to Lawrence because he didn't want me to hang around Trivandrum and become, go to seed here. And Lawrence, you meet a lot. All my friends whom I studied with are still my friends now. Group of 1968 and email group under. All the people are very, very big people now. Arun Kumar and a friend. He is Obama's secretary, under secretary for commerce in the Balagopal under. They're all top people. Nicholas Osborne, all of them are very top people in society today. Still you are in touch with them? Yes, we all keep in touch. നേരത്തെ അച്ഛൻ്റെ കാര്യം പറഞ്ഞു. യെസ്, അച്ഛൻ ട്രിവാൻഡ്രത്ത് നിൽക്കണമെന്ന്. സോ അച്ഛൻ പൊളിറ്റിക്സിലും കുറച്ച് ഹോൾഡ് ഉണ്ടായിരുന്നു. അപ്പം സാർ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ യെസ് പൊളിറ്റിക്സിൽ ഒരു കൈ നോക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? No, not really. But of course I've read everything. I'm politically aware. I read a lot. And my father, he was in the Indian National Congress, okay, first.
before he got converted to Marxism. Marxism at the very early stages. He was for Swatantra Samaram and all that. He did Nirahara Satyagraham, all that was there. And then he slowly became a communist. And then at that time, communism it was a very pure thing, you know. I mean, another business, you have to give 75% of that to the Communist Party. Then he found it, you know, years were going by. He got out of politics and then he stood behind. And today, even if you take all, he was a founder of the Kerala Congress Party. Everyone will deny that, but it's the truth. കോൺവെന്റും ബോർഡിങ്ങും ഒക്കെ ആയി എത്രത്തോളം സിനിമകൾ കാണാൻ പറ്റിയിട്ടുണ്ട്? ഞങ്ങൾക്ക് അന്ന് you could see many, but നമ്മൾ സ്കൂളിൽ കൊണ്ടുവരും ഈ റീൽസ് വെച്ച് കാണിക്കും. Then there was assembly rooms in Ooty. അവിടെ നമ്മൾ the maximum amount we would see. അത്രേ ഉള്ളൂ. But when we came to college, അങ്ങനെ കാണാൻ തുടങ്ങി. പിന്നെ then the advent of ഇത് വന്നപ്പോൾ ഈ മറ്റേ വീഡിയോ ഇത് വന്നപ്പോൾ പിന്നെ then കോളേജിൽ എങ്ങനെയായിരുന്നു? ഒരു മൂവി ഫ്രീക്കായിരുന്നു, പ്രാങ്സ്റ്റർ ആയിരുന്നു, ഒരു പാവമായിരുന്നു? No, I was always a prankster, but even in school. But college, we were more on stage, and it was a much more freer environment, and stage dramatics. Concentrate. It was good fun. So, എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ ഹി വാസ് എ ഗ്രേറ്റ് പ്രൊഡ്യൂസർ. ബട്ട് ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ, ഇൻഡസ്ട്രി സെക്കൻഡറി, എവിടെയാണെങ്കിലും ഏത് ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ഫീൽഡിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും അറിയാം. സോ എങ്ങനെയാണ് ചേട്ടൻ ആ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് ആസ് എ ബ്രദർ സാറിനോട് പറഞ്ഞിട്ടുള്ളത്? I came up by myself. I didn't go ഭരതേട്ടൻ സുഹൃത്താണ്. I decided. And ആ ഡിസിഷൻ എടുത്തപ്പോൾ യെസ് ഞാനും മൂവിയിലോട്ടുണ്ട് എന്ന് we'll see your face and daughter. Then I was doing Tamil. I was concentrating. I was more known during those times. തമിഴിൽ എന്ന് പറയുമ്പോൾ തന്നെ സാറിൻ്റെ ലാംഗ്വേജ് ഇസ് സോ സിമ്പിൾ. സോ എനിക്ക് തമിഴിൽ ഒരുപാട് ചോദിക്കണമെന്നുണ്ട്, ബട്ട് കൊഞ്ചം തമിഴ് എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ പക്ഷെ ബാലചന്ദ്രൻ made me dub for ഓർമ്മ sir. He came and stood by me and made me dub it. പിന്നെ ആ തമിഴ് ഡബ് ചെയ്തപ്പോഴെങ്കിലും സാറിന് തോന്നിയിട്ടുണ്ടോ മലയാള സിനിമയിൽ എനിക്ക് ഡബ് ചെയ്യണം എന്ന്? അത് ആരോടെങ്കിലും കൺവേ ചെയ്തിട്ടുണ്ടോ? For Bharathan's pictures I used to dub. There was no, but the rest of the people used to substitute my voice, you know. ബട്ട് അപ്പോൾ സാർ എന്തുകൊണ്ടാണ് വൈ ഡിഡ്ന്റ് യു ട്രൈ എന്ന് വെച്ചാൽ ഇത് ഞാൻ ചെയ്താൽ യെസ് ഐ ഹാവ് എ കോൺഫിഡൻസ്, അങ്ങനെ ഒരു ഫ്രീഡം ഇല്ലേ സാർ സിനിമയിൽ? ഇല്ല. Finally the director will want to, this was a very, very, ugly scene. Because I begged literally to dub for many pictures. They wouldn't allow me. I proved it the other way. അത് പറഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു രണ്ടാം ജന്മമാണ് മലയാള സിനിമയിൽ. Yes. ഈ മലയാള സിനിമ രണ്ടാമത് ആഷിഖ് കപൂറിൻ്റെ സിനിമ 22 FK വന്നപ്പോൾ തന്നെ ചിലപ്പം ന്യൂ ജനറേഷനിലുള്ള പുതിയ കുട്ടികൾ ചിലപ്പോൾ അയ്യോ ഇദ്ദേഹത്തിൻ്റെ പഴയ സിനിമകൾ കാണാമെന്ന് വിചാരിച്ച് വീണ്ടും ട്രൈ ചെയ്ത് കാണും. അത്രമാത്രം നല്ല മൂവിയായിരുന്നു 22 FK. ബട്ട് ആ ഫസ്റ്റ് കോളിൽ സാറിന് എന്താണ് ഒരു ആദ്യത്തെ ഒരു ഫീൽ? After 12 years. Yeah, I never expected. I thought, I hadn't heard about Malayalam. Satyavajan Malayalam cinema kandite illarunnu. I was concentrating on advertising films. And 12 years is such a long gap. Much more than 12 years. It was nearly 2 decades. And when OG and called me, Ashik called me, and I charged quite a lot. They paid me for that. And I thought, it never hit, the way I never knew my character would be. The movie was a huge hit. Yeah, I couldn't believe it. But our character എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അപ്പം ഫസ്റ്റ് സാറിന് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഷുഡ് ഐ ഡു ഇറ്റ്? ആ ഒരു കൺഫ്യൂഷൻ സാറിന് എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല. I treat all characters, if there is something interesting in the character, I take it. I don't bother whether it's negative. If I can creep you out, then I take it as a big thing. But the beauty in the second one,
എന്നെ രണ്ടാമത് വിളിച്ചത് അയാളും ഞാനും which is such a fantastic movie. it was a well written role, so you couldn't fail at that role, and from this rapist to this role, other that I give Lal Jose the credit for, because one director, I mean, they'll type you as a rapist. Yeah. They will never call you for this kind of role. And when that succeeded, I began to enjoy acting. ആ ഒരു റേപ്പിസ്റ്റിന് ഈ ഒരു ക്യാരക്ടറിലുള്ള ട്രാവൽ ആയിരിക്കും ചിലപ്പം ഒരു ആക്ടർ വേഴ്സറ്റൈൽ ആണെന്ന് തെളിയിക്കപ്പെടുന്നത്. അത് പലരും തിരിച്ചറിയുന്നില്ല. അങ്ങനെ തോന്നിയിട്ടില്ലേ സാറിന്? I thought people started recognizing me much more this time around. The last time, no one recognized me. Tagara, Chamaram and all that, I used to do after recognition കിട്ടിയില്ല. തകര പോലെ തന്നെയാണ് ചാമരത്തിലും അതൊരു നല്ല ക്യാരക്ടറായി. It's a beautiful character. And അത് ഭരതൻ തന്നെ. I owe it to Bharathan, most of the thing. Everything I owe to Bharathan actually, more than anyone. ഒരു മലയാള സിനിമയിലെ ലെജൻഡാണ് ഭരതേട്ടൻ. എല്ലാവരും സ്റ്റിൽ ഭരതൻ സാറിൻ്റെ എല്ലാ മൂവീസും ഒരുപാട് ഇഷ്ടമാണ്. ആസ് എ ഫ്രണ്ട് എങ്ങനെയാണ് ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ സാർ കാണുന്നത് അദ്ദേഹത്തിന്? I think he was a wonderful friend. He was warned by my brother, don't put him in this picture, I will see you. He would not move. I found him as a fantastic friend, fabulous friend. Then I started directing him there. So then but I used to talk to him every time I got a chance. But I wasn't in Malayalam cinema at that. And I was doing more Tamil and I was directing. Once you start directing, very few people will call you for acting and all. But this time around, I found people were, I was getting recognized everywhere. People were revisiting my old works, and that especially college students, I owe it to them. And then the social media had started. അത് പറഞ്ഞപ്പോഴാണ് ഒരു ഡെക്കേഡിന് ശേഷമാണ് വരുന്നതെങ്കിലും സർ യു ആർ വെരി ആക്റ്റീവ് ഇൻ സോഷ്യൽ മീഡിയ. ഇപ്പോഴുമുള്ള പോസ്റ്റ് ഈവൻ ഞാനും ഫോളോ ചെയ്യാറുണ്ട്. എത്രത്തോളം എൻജോയ് ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയ? I love social media because you've got ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ. A platform to express. ഇതിനു മുമ്പേ നമുക്കില്ലായിരുന്നു. പക്ഷെ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല ഒരു പരിധി വരെ? No, I think ഇപ്പം newspapers എടുത്താൽ they take posts from your thing, everything, and twist it around and do it, I mean, newspapers before, the journalist went and did his research. He went out in the sun. Now you are sitting in air-conditioned cabins and doing nothing. And what is the news? You take any newspaper, you read only bad news. You never read any good news. So, ഇത്രയും വർഷത്തെ ഒരു ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ആസ് എ ഹ്യൂമൻ സാറിൻ്റെ ഒരു ഫ്രണ്ട്ലി ഒരു മെസ്സേജ് എന്താണ് ഇതിന് എതിരെ ഓർ ഇതിന് വേണ്ടി? I am for social media. I'm for social media and I'm for total freedom. I like freedom. I would never like to be under rules of anyone or under the chains of anyone. No one. And I wouldn't like anyone to, be up there so that we cannot answer back. No. I mean, every human being has the right to answer back. Otherwise, before papers were a monopoly. If they said they could finish you off. They could throw enough of, what you would say, bad word, shit on you, and some of it will stick. Because now we can defend ourselves, And I think it's one of the greatest, Facebook is and Twitter is one of the greatest inventions that keep the whole world, together, I've got friends all over the world. It started with the Yahoo chat rooms. I made a lot of friends. I've made a lot of friends. അത് നമുക്ക് മീറ്റ് ചെയ്യാൻ ചിലപ്പം നോർമലി നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കൊരു പാർട്ടി ഉണ്ടെങ്കിൽ മീറ്റ് ദ സെയിം പീപ്പിൾ ഓവർ ആൻഡ് ഓവർ അഗൈൻ. യു നെവർ മീറ്റ് എ വെറൈറ്റി ഓഫ് പീപ്പിൾ. സർ ഇത്രയും ഫ്രണ്ട്സ് ഉണ്ട് വേൾഡ് ഓവർ, സാറിന് ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം കാലങ്ങൾ മാറിയപ്പോൾ ഈ ബന്ധങ്ങളെല്ലാം ശിഥിലമായി എന്ന് തോന്നുന്നുണ്ട്. ബന്ധങ്ങൾ എപ്പോഴും ഒരു മനുഷ്യബന്ധങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നോട്ട് ലോങ് ലാസ്റ്റിംഗ് അല്ലേ. ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ എത്ര പേർക്ക് എത്ര ഫ്രണ്ട്സ് കാണും? കറക്റ്റ്. കൗണ്ട് ഓൺ യുവർ ഫിംഗർ ടിപ്സ്. നമുക്ക് 5 ഫ്രണ്ട് ഉണ്ടെങ്കിൽ
ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ യു ആർ എ ഗ്രേറ്റ് പേഴ്സൺ. 5 ഫ്രണ്ട്സും 5 തരത്തിലാവും. ബട്ട് ഈ 5 പേരോടും നമ്മൾ ഒരുപോലെ ആയിരിക്കും പെരുമാറുന്നത്. ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, എന്നിട്ടും നമുക്ക് അതിനൊരു ടൈറ്റിൽ ഇടാം ആൾക്കൂട്ടത്തിൽ തനിയെ. കാര്യം നമുക്ക് എല്ലാം എല്ലാവരോടും റിവീൽ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ബട്ട് ഈ സോഷ്യൽ മീഡിയയിൽ എന്നാ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ലല്ലോ. ലോട്ട് നമ്മൾ എഴുതുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും അതിലൊരു കമൻറ്റും അതിലൊരു ലൈക്കും അതിലൊരു അഭിപ്രായവും ഷെയർ ചെയ്താലും എത്രത്തോളം ആത്മാർത്ഥത അതിലുണ്ടോ? ആത്മാർത്ഥത നമുക്ക് എങ്ങനെ ജഡ്ജ് ചെയ്യാനൊക്കും? നമുക്ക് ഇവൻ റിയൽ ലൈഫിൽ ജഡ്ജ് ചെയ്യാനൊക്കത്തില്ലല്ലോ. മഹസ്തുതിയല്ലേ എല്ലാവരും പറയുന്ന. ഞാനിപ്പോൾ ഒരു പടം ഇട്ടെന്ന് വെച്ചോ, നന്നായിരുന്നു കേട്ടോ അവിടെ പഠിത്തം പോകുമ്പോൾ അവിടെ ചെന്നിട്ട് അയ്യപ്പാര പോരെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് ആളുകളായിപ്പം. അപ്പം സോ ആരെയും ട്രസ്റ്റ് ചെയ്യാനോ ട്രൂത്ത് പറയുന്ന വെരി ഫ്യൂ. യു ഹാവ് അബൌട്ട് 3 ഫ്രണ്ട്സും 3-4 ഫ്രണ്ട്സ് കാണും മുഖത്ത് നോക്കി സത്യം പറയുന്നത്. അവരാണ് ട്രൂ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. മുഖസ്തുതിയൊക്കെ ഒരു കാര്യമില്ലല്ലോ. ഈ കഥയുമായിട്ട് ഇനിവേ ശിവാജി ഗണേശൻ സാറിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തത് എങ്ങനെ, അദ്ദേഹത്തിൻ്റെ അടുത്ത കഥ ആ ഒരു മൊമെൻറ്റ്? ഈ പടം സ്വർണ്ണ ചാമനം എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദി ഡ്രോപ്പ് ദ ഡയറക്ടർ, ദി ഡ്രോപ്പ് ദ പ്രോജക്റ്റ്. അത് കഴിഞ്ഞിട്ട് മേൻ എന്നെ വിളിച്ച് പറയുന്നു ഞാൻ പോകുന്നു. ആൻഡ് പ്രിയദർശൻ്റെ ഒരു ത്രെഡിലായത് ബേസ് ചെയ്ത് അത് ജോൺ പോളും ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി. പിന്നെ ഞാൻ പോയി രാജാവൊക്കെ ചോദിച്ചു, ഇളയരാജാവൊക്കെ മ്യൂസിക് ചെയ്യാവുന്ന. ആൻഡ് ഈ ഗേവ് മീ സം ഡിലൈറ്റ്ഫുൾ സോങ്സ് ഇൻ ദിസ്. വിത്ത് ശിവാജി ഫാമിലി എനിക്ക് പണ്ട് തൊട്ടേ അറിയാം. സോ ഞാൻ അപ്പോഴത്തേക്കും അവരുടെ കമ്പനിക്ക് ഞാൻ 2 പടം ചെയ്തിട്ടുണ്ട്, വെറ്റുവിഴ ആൻഡ് മൈ ഡിയർ മാർത്താണ്ഡൻ. അപ്പോൾ സോ ശിവാജി സാറും ഞാനും വെരി ക്ലോസ്. ഹീ ലൈക്സ് മീ. സോ പുള്ളിക്കാരന് ഫുൾ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിക്കാരനായിട്ട് വലിപ്പിക്കത്തില്ല. സോ ഐ യൂസ് ടു ബി പെർട്ടിക്കുലർലി കെയർഫുൾ അബൌട്ട് ഹിം. യൂസ് സെഡ് കാലത്തെ വന്ന 4 hours മീൻസ് 4 hours എക്സാക്ട്ലി. അത്രയും പ്ലാൻഡ് ആയിരുന്നു നമ്മൾ. ദ സ്ക്രിപ്റ്റ് കെയിം അബൌട്ട് വെരി ബ്യൂട്ടിഫുള്ളി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്നാ പറ്റിയെന്ന് അറിയാം, അത് ആ സമയത്ത് റിലീസ് ചെയ്യാൻ ഒത്തില്ല. ഇറ്റ് വാസ് റിലീസ് 1 year later ഫ്രം ദ ഗിവൺ ഡേറ്റ്. സാധാരണ ഒരു മലയാള സിനിമ ഒരു ഡേറ്റ് വെച്ച് അനൗൺസ് ചെയ്ത് സിനിമ തിയേറ്ററിൽ എത്തിയില്ലെങ്കിൽ അത് ഡെഫിനറ്റ്ലി പോക്കാന്നാണ്. ദിസ് വാസ് പെർഹാപ്സ് ദി ഓൺലി ഫിലിം ദാറ്റ് വെന്റ് അഗൈൻസ്റ്റ് ദ ഗ്രെയിൻ. ആൻഡ് വാട്ട് കുഡ് ഹാവ് ബീൻ എ റിയലി സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ടെർൻഡ് ഔട്ട് ടു ബി എ ഹിറ്റ്. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ടൈമിന് തന്നെ ഇതിന് ഭയങ്കര പേര് കിട്ടില്ലായിരുന്നു. അതെ അതെ അതെ. ഈ റിലീസ് ഡേറ്റ് മാറുമ്പം ഈവൻ നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ കാലങ്ങൾക്ക് അതീതമാണെന്ന് പറയുകയാണെങ്കിലും ബട്ട് ആ റിലീസും ആ പ്ലാനിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇറ്റ് മാറ്റേഴ്സ്. മാർക്കറ്റിംഗ് ഓഫ് പിക്ചേഴ്സ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ അത് ചോദിക്കുന്നത് എങ്ങനെയാണ് പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കൊണ്ട് മാത്രം സിനിമ വിജയിക്കൂ? No, you have to have stuff. Content ആണ് ഇമ്പോർട്ടൻസ്. No, but marketing is equally important. ഇപ്പോൾ ഞാൻ പറയാം, ഡേസി എന്ന് പറയുന്ന ഒരു സിനിമ, ഇറ്റ് വാസ് റിലീസ്ഡ് വിത്ത് CBI ഡയറി ഗ്രൂപ്പ്. എനി സെൻസ് ആ ഡിസ്ട്രിബ്യൂട്ടറിലൊക്കെ ഞാൻ പറഞ്ഞു, ഡോണ്ട് ഡു ദിസ് ഇസ് എ ലവ് സ്റ്റോറി ആൻഡ് ദാറ്റ് ഇസ് എ CBI, എവരിവൺ വിൽ ഗോ ഫോർ ദാറ്റ്. He didn't listen. He released it along with that. And only now, if a CBI diary group know, none of the youngsters know. But Daisy is still remembered. അത് ഈ മാർക്കറ്റിങ്ങിൻ്റെ കുഴപ്പം. പക്ഷേ സം പിക്ചേഴ്സ്, ചില പിക്ചേഴ്സിന് ചെറിയ തിയേറ്റേഴ്സ് വേണമായിരിക്കും ഈ സമയത്ത്. ദർ ആർ ലോട്ട് ഓഫ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. ഇത് ചുമ്മാ മാർക്കറ്റിംഗ് അറിയാത്തവരും കണ്ടവരും ഒക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആവുക. they have no sense. ബട്ട് ഇതിനൊപ്പം നമ്മൾ എങ്ങനെ അവർക്കൊരു മോറൽ എഡ്യൂക്കേഷൻ, അവരെ എങ്ങനെ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യും? You can't. It's impossible. ബട്ട് അപ്പം ഇൻഡസ്ട്രിക്ക് അത് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ എന്താണ് അപ്പം? No, you have fights here. One association, theatre association, you take the case of Bahubali, or take the case of I. It was released in 218 theatres. It made a massive profit. ഇവിടെ കേരളത്തിൽ മാത്രമേ അതിൻ്റെ മാർക്കറ്റിംഗ് കാരണം ഓടിയിട്ടുള്ളൂ. വേറെ എല്ലായിടത്തും ഫ്ലോപ്പ് ആയിരുന്നു ആ പടം.
So it's full of fighting here and this thing and that thing. People who are not making pictures are making rules, the theatre. What is happening, ഇപ്പോൾ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ majority of the amount of theatres will be shut down. 40 theatres are being sanctioned now. There is a stuff, how many people are going to come and make pictures though anymore? And Kerala is a small market. Tamil is a bigger one and Tamil is a 500 crore market. Here we are still experimenting. They say it's the last picture collected, Premam 20 kodi collected. No one knows the figures, nothing is automated and Hollywood Madhuri system vannitilla. Even Hindi to a certain extent ഒരു ഡിസിപ്ലിനുള്ള ഒരു സെക്ടറായിട്ട് നമ്മൾ കാണുന്നത്. But here in Malayalam, everyone is fighting with everyone. Tamil, Telugu, Telugu also, all. It's not as bad as here. Here the Producers Association fights with the Theatres Association, the Theatres Association fight between themselves, the distributors fight against the theatres. It's full of fighting and pulling up a nyandu mentality. No one should come up. Nyandu mentality എന്ന് പറയുമ്പോൾ സാർ എത്രത്തോളം ഫുഡിയാണ്? I'm not really a foodie in the sense that I'm got a good cook after all, and I just eat too, but I should have tasty food. That's what I do. ഒരു 2 decadesന് ശേഷം രണ്ടാം ജന്മം എന്ന് പറയുന്നത് തിരിച്ചു വരാണ് മലയാളത്തിൽ. ഈ 22FK ആയാലും അയാളും ഞാനും തമ്മിലൊക്കെ ആയാലും ഈ സിനിമകളൊക്കെ സാർ തിയേറ്ററിൽ പോയാണോ കണ്ടോ? I never seen any of my pictures in a theatre. And in South Africa, only once upon a time there was a Kalyan because I did so much atrayam work and I sat through it, And see the number of times collected it, I've been with it, I think I do my work, I go. And I don't even see my picture again. Very rarely. And in the part will be fast forward. That's the thing. I don't see my pictures. But if I'm a director, when I direct... അതെപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്? ഇത് കാണണ്ടേ, ആരെങ്കിലും അയ്യോ കാണണം എങ്കിലല്ലേ എന്തെങ്കിലും ഒരു ചേഞ്ചോ എന്തെങ്കിലും ഒരു സജഷനോ സ്വന്തമായി തോന്നാം ഏതെങ്കിലും ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? നെവർ. We've already done it. It's past you. നമ്മൾ അത് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നിയിട്ട് പറയും. സിനിമ is a director's medium. I always believe it to be. ഇത് ആക്ട് ചെയ്ത സിനിമയുടെ കാര്യം, ഡയറക്ട് ചെയ്ത സിനിമ പിന്നെയും you have to see it. Yeah. When ഞാൻ ഡയറക്ട് ചെയ്യുമ്പോൾ I see my picture through and through. I'm really obsessed. ഒരു obsession സ്റ്റേജിലാണ് ഞാൻ എത്തുന്നത്. I don't think of anything else. But that's why when I finish this group of pictures, my next picture I'm going to direct. Anjali Vanna script. And it's going to be I'm going to enjoy it. That much I can say. തമിഴിൽ എങ്ങനെയാണ് സർ? I like Tamil, because for one thing, the Tamilians have shown me ഒരുപാട് ലവും അഫെക്ഷനും എനിക്ക് തന്നിട്ടുണ്ട്. അത് മലയാളത്തിൽ നിന്ന് കുറച്ച് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് സാറിന് തോന്നുന്നതാണോ? അല്ലല്ല, Tamilians basically very nice people. അത് അവർ നമ്മുടെ ഇവിടെ വല്ല തമിഴ് ആക്ടറിനെ ഹീറോ ആക്കുമോ? നമ്മുടെ ഇവിടെ വല്ലോ ചീഫ് മിനിസ്റ്ററെ അന്യനാട്ടിൽ നിന്ന് വന്ന് ആക്കുമോ? ഇല്ല. ഇൻ തമിഴ് വെൽക്കംസ് എവ്രി വൺ. ഇപ്പോൾ അവരുടെ ചീഫ് മിനിസ്റ്റേഴ്സ് എടുത്ത് നോക്കിയേ, MGR, all of them are not, madam, are not Tamilians. Tamilians respect people for their work, their art. Rajinikanth, he's a Marathi, but he's a superstar. And അവരെല്ലാ ഭാഷയും ആക്സെപ്റ്റ് ചെയ്യും. നമ്മൾ ചെയ്യത്തില്ല, നമ്മൾ ഒരിക്കലും ചെയ്യത്തില്ല. ഇപ്പം ഏതെങ്കിലും വേറെ വേറെ സ്റ്റേറ്റിലും വല്ലവരും വന്ന് ഇവിടെ ഷൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നാലും മലയാളികൾക്ക് കുറച്ച് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിയാൽ തട്ടുകടയിൽ പോയാലും തമിഴ് പാട്ട്
തമിഴ് ഹിറ്റായ പാട്ടുകളെല്ലാം കേൾക്കുന്നേക്കാം. ബട്ട് മെഡ്രാസിലൂടെ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടും എനിക്ക് അങ്ങനെ മലയാളം പാട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. Because music in Tamil is far better. Come on. Ilayaraja സമയത്തൊക്കെ music was fabulous. A.R. Rahman, come on. എല്ലാവർക്കും they like that. ഇതൊരു മലയാളത്തിൽ ഒരു ലൈൻ ഉണ്ടായിരുന്നു, എല്ലാ പാട്ടുകളും പാടിയ ആ സങ്കട പാട്ടുകളും ഫാസ്റ്റസ്റ്റ്. ഐ ഡോണ്ട് നോ, അവരുടെ ഇതത് അങ്ങനെയല്ല. കൂത്ത്, they are joyous people. They are more mournful people, എന്ന് പറയാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ you won't, but you will never see ഒരു തമിഴൻ discriminating. ഞാൻ എൻ്റെ ആയുസ്സിൽ എന്നെ മലയാളിക ഞാൻ കേട്ടിട്ടില്ല. They accept you. അവരുടെ ഒരു ആതിഥേയത്വം, hospitality and all this. And even all the pictures that I've directed there, all have been super hits. എല്ലാം. And they respect you. They don't think of you നിങ്ങൾ തമിഴ് മലയാളിയാണ് മറ്റേതാണ്, ഒന്നും അവർക്കില്ല. ഡിറക്റ്റ് ചെയ്യുമ്പോൾ സർ കുറേ കൂടെ നമ്മൾ, എനിക്ക് തോന്നുന്നു, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ്. കാര്യം സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിരിക്കും, അല്ല ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്, ലോട്ട്സ് ഓഫ് പീപ്പിൾ ആർ അറൗണ്ട്. അപ്പോൾ ഓരോരുത്തരെയും മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആർട്ട്. സോ അതെങ്ങനെയാണ് സർ അത് മാനേജ് ചെയ്തത് സർ? കാര്യം ബിക്കോസ് ആസ് എ സർ എന്ന് പറയുന്ന ഒരു ഓപ്പൺ പേഴ്സണാലിറ്റിയാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രെപ്പ് യു ഡു. എൻ്റെ കേസിൽ ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് പ്രിപ്പറേറ്ററി പീരിയഡ് ഉണ്ട്. വെൻ വി ഗോ ടു എ ലൊക്കേഷൻ വി നോ എക്സാക്ട്ലി how much time it's going to take, where the sun is going to rise, where it's going to set, what time. നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. All the odds are calculated. There's a plan A, there's a plan B, there's a plan C. Even backup. Because we know, we study the actor, we see how he comes, what time he comes. Some fellows are perpetually late, sometimes up early. അതൊക്കെ വെച്ച് നമ്മൾ പ്ലാൻ ചെയ്യും. ആൻഡ് നമുക്ക് ഹൺഡ്രഡ്സ് ഓഫ് ഡിസിഷൻസ് എടുക്കണം ആസ് എ ഡയറക്ടർ, വിച്ച് ഇസ് നോട്ട് കൺസേണിങ് ദ ഫിലിം. പ്രൊഡക്ഷൻ മാനേജർ വന്നു വരും, സാറേ ലഞ്ച് എത്താൻ ഒരു so you have to make these decisions very fast. And you are making hundreds of other decisions throughout. അത് ഇവിടെ ഡിസ്ട്രാക്ട് ചെയ്യാനും പാടില്ല. അത് ഡിസ്ട്രാക്ട് ചെയ്യത്തില്ല എന്ന് വെച്ചാൽ we already planned this. In my kind of films I make, I have storyboards, we have divided every shot. We can go into a thing, even if I go out, they know what the next shot is. And we stand next to the camera. We don't stand near the monitor. Because we are seeing the actors. Now monitor vechirikkunna aalne to see if there's anything disturbance in the frame. And that will be far off. Ivideyaanengil everything is dependent on the monitor, because once everyone comes and sees it, എല്ലാവരും വന്ന് മോണിറ്റർ കണ്ടിട്ട് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ഉണ്ട്. അത് ശരിയായില്ല, ഇത് ശരിയായില്ല. നമ്മൾ when we were making films, there was no monitor. 2 days later you'll get our dailies നമ്മൾ കാണും, and it'll be perfect. That much planning is there. Now you don't need that, no. But digital vannappo, you can put your camera here, you can put it here, you can do anything. There is no rules and regulations here. So even a person who doesn't know cinema can make അവിടെ തന്നെ എഡിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും, ഈ ഷോട്ട് മറന്നു പോയോ, ഈ ഷോട്ട് എടുക്കാം. This is how they do it. It's very pathetic. സർ, ഇപ്പം ഞാനിങ്ങനെ സാറിൻ്റെ സംസാരം ഇവിടെ ഇരുന്ന് ഇങ്ങനെ വാച്ച് ചെയ്യായിരുന്നു. ആക്ടറുടെ രീതിയിൽ ദീസ് ദാറ്റ് ഒക്കെ പറഞ്ഞെങ്കിലും സർ വളരെ ജോവിയലായിരുന്നു, വളരെ പ്രൊഫഷണലായിരുന്നു സംവിധായകൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. അപ്പോൾ എനിവേ ഇപ്പോൾ ഒരു പടം ചെയ്യുവാണ്. പേരിട്ടോ ആ സിനിമയ്ക്ക്? ഇട്ടിട്ടുണ്ട്, but it has been announced. Have been gag order on നമ്മുടെ producers. They are very, അവരും ഭയങ്കര പ്രൊഫഷണലാണ്. So there are certain only things I can mention, that it will be written by Anjali Menon. The photography is by Rajiv Menon, and I'm directing. The music is by a new person called Prithvi Chandrasekhar. Location ഒക്കെ എവിടെയൊക്കെ? Location is Varkala. Casting? Yeah, we've done the casting. Reveal ചെയ്യാറായില്ല? No, I don't know whether I can say it, but I think I can say it.
Yeah. Dulquer Ha ha ha. would be the main guy. Heroine. We've got a surprise there, you know. I'd like to give it there. I like it. സർ ദുൽഖറിനെ ആക്ടറായി സർ ആസ് എ ഹീറോ തിരഞ്ഞെടുത്തപ്പോൾ സർ ആ ഹീറോയിൻ യെസ് എന്തായിരിക്കും, എങ്ങനെ ഇതൊരു ഓഡീഷൻ വേണോ അതോ ഇനി മലയാള സിനിമയിൽ ചെയ്ത ഹീറോയിൻ മതിയോ, അങ്ങനെയൊക്കെ സർ ആലോചിച്ചു? No, we normally, ഞാൻ സിനിമ എടുക്കുമ്പോൾ we all have screen tests. ഓഡീഷനിലൂടെ മാത്രം Audition, then we have rehearsals. If you take 50 days from the artist, then 10 days you spend for rehearsals. Because അതിലാണ് എൻജോയ്മെൻറ്റ് ഇരിക്കുന്നത്. ചുമ്മാ പോയി ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഒരുത്ത വന്ന് ഒരു അസിസ്റ്റൻ്റ് വന്ന് ഡയലോഗ് വന്ന് പറയും. You don't even know what you're saying that for. Most of the time in Malayalam Janavan, I escaped because Prithvi was there. Prithvi is very sharp about those things. Help me out a lot. But we do the whole homework. They know why they're doing it and the motivations, everything is worked out. Then shooting ഒരു പിക്നിക് ആയിരിക്കും. എല്ലാ പ്ലാനും ഓക്കെ ആണെങ്കിൽ പിന്നെ ടെൻഷനില്ല. Everyone knows what he's doing. ഇതൊരു ഷൂട്ടിങ്ങിൻ്റെയും ഒക്കെ കാര്യം. ബട്ട് ഒരു ആക്ടർ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ടെൻഷൻ അധികമില്ല എന്ന്. ബട്ട് ഒരു ഡയറക്ടർ ആകുമ്പോൾ റിലീസ് ഡേയിൽ എങ്ങനെയായിരിക്കും സാറിന്? ഈ 3 പടം റിലീസ് ചെയ്ത ദിവസം ടെൻഷൻ ഉണ്ടായിരുന്നു? Definitely. Everyone. Definitely. As an actor, ഇപ്പം ഞാൻ ക്യാരക്ടർ റോൾസ് ചെയ്യുന്നു, so it won't affect me. But as a director, it is all on your head. Because you have put in your whole lifetime into that compressed period of ഇത്രേ ഉള്ളൂ സമയം. ആൻഡ് അത് ഭയങ്കര ടെൻഷൻ ഫീൽഡ് സമയമാണ്. ഒരു പടം പോയി തിയേറ്ററിൽ ഇരുന്ന ഫസ്റ്റ് ഡേ ഓഡിയൻസിനൂടെ കാണുന്ന ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഫ്രൈറ്റിംഗ് എക്സ്പീരിയൻസ്. പിന്നെ മോർ ഫ്രൈറ്റിംഗ് ദാറ്റ് ഇസ് സെൻസർ ബോർഡ്. പടം ഉണ്ടാക്കി സെൻസർ ബോർഡിൻ്റെ അവിടെ കൊണ്ടുപോകുമ്പോഴാണ് റിയൽ ഇറ്റ്സ് ലൈക്ക് സെൻസർ ബോർഡുമായിട്ട് എപ്പോഴെങ്കിലും സാറിന് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഓ യെസ്. They banned in a picture Jiva. I said, why did you ban it? There's no reason. Then they made me do, because the censor board officer at that time, Mr. Gidwani, he had wanted some money from my producer. And I said, we had to put revised Jiva, revised when that, we were forced to do that. Yet the picture became a hit. ഒരു ദിവസം കൊണ്ട് നമ്മൾ മാറ്റി ഇത് ചെയ്തു. 2-3 scenes, and it was very silly, the arguments. And അവിടുത്തെ സെൻസർ പോലെ എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ പോയി ചോദിച്ചാൽ ഈ സീൻ നിങ്ങൾ ഈ പടത്തിൽ അലോ ചെയ്തുള്ളൂ ചോദിച്ചാൽ അവരുടെ ഉത്തരം അതാ നമ്മൾ അലോ ചെയ്തു ആ പടത്തിൽ, ഈ പടത്തിൽ അലോ ചെയ്തിട്ടില്ല. യു ക്യാൻ ആർഗ്യൂ വിത്ത് ദം. ഇറ്റ് ഈസ് എ വൺ സൈഡഡ് ഇത്. യു കനോട്ട് കൺവിൻസ് എ സെൻസർ ബോർഡ്. സെൻസർ ബോർഡ് ഗിവ്സ് യു ഇറ്റ്സ് എ ഡിക്റ്റേറ്റർഷിപ്പ്. എനിക്ക് ഇവിടെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഐ ഹവ് നെവർ ഫേസ് എ സെൻസർ ബോർഡ് ഹിയർ. എനിക്ക് എപ്പോഴും ക്ലീൻ സെൻസറായിരുന്നു. അവിടെ എപ്പോഴും മദ്രാസിലായിരുന്നല്ലോ. അപ്പോൾ ഐ ഹവ് നെവർ ഹാഡ് എ സെൻസറിങ് സെഷൻ ഹിയർ. ഇവിടെ എനിക്ക് ഉണ്ടായിട്ടില്ല. സർ സിനിമയിൽ വന്നു ഭരതൻ സാറിൻ്റെ കൂടെ അഭിനയിച്ചു. ബട്ട് അപ്പോഴും ഒരു സ്ട്രോങ് സൈഡ് എന്ന് പറയാൻ ബ്രദർ തന്നെ പറഞ്ഞു, ഓ വൈ ആർ യു കമ്മിങ്, ഓർ അല്ലെങ്കിൽ ബ്രദർ നോ പറഞ്ഞു. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ അതിനെ എങ്ങനെ ഓവർകം ചെയ്തു? എത്രത്തോളം ബോൾഡായിട്ട് അത് ഫേസ് ചെയ്തു? I knew I had, because people were calling me. Balamendra was calling me, Mahendran was calling me, Balachandra was calling me. He couldn't do anything about that. People were calling me. Only in Malayalam, I was having a bit of a problem because of maybe one artist who didn't want me to see, but basically, I proved. And in Tamil, I proved even more. And I directed. None of these fellows can direct, no? None of these actors who were there can tell me what, who can. And who was given a consistent hits. And itrem pere direct either. From Shivaji Ganeshan to Kamala Hassan to anyone, Lal, anyone you'd name. Satyaraj, Prabhu, Nagarjuna. I've done it all. ഇത്ര സിനിമകളായി ആക്ടിങ്, ഡയറക്ഷൻ. അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് എന്ത് തോന്നുന്നു? എത്രത്തോളം ഹാപ്പിയാണ്? Oh, I'm pretty happier. That I can see you from your face itself, because എപ്പോഴും സാറിന് ഒരു സ്മൈലിംഗ് ഫേസ് ആണ്.
whatever happens, ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്. Been through it all. And cinema has been very nice to me, very kind to me. എനിക്ക് അവാർഡ്സ്, റിവാർഡ്സ്, റെക്കഗ്നീഷൻ എല്ലാം തന്നിട്ടുണ്ട്. I am me today because of cinema. അതുകൊണ്ട് when I look back at the long journey of nearly 40 years, I say thank God. ഞാൻ വേറെ ഒരു പ്രൊഫഷനിലും ഇത്രയും ഹാപ്പി ആയിരിക്കത്തില്ല. ഈ ലോങ് 40 ഇയേഴ്സിൽ സാറിന് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Probably when I did my first film. വീണ്ടും ഒരു കാതൽ കഥ. Also it was very tough to do it. ഒരുപാട് കാശ്, you had to go തെലുഗു പോയി ആക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോയി വില്ലനായിട്ട് ആക്ട് ചെയ്യുന്ന കാശ് കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോരോ ദിവസം വെച്ച് ഇറ്റ് വാസ് ഡൺ ലൈക്ക് ദാറ്റ്. ബട്ട് എനിക്ക് ഈ നാഷണൽ അവാർഡ് കിട്ടിയത് ദാറ്റ് വാസ് എ വെരി സാറ്റിസ്ഫൈങ് മൂമെൻറ്റ്. ആൻഡ് ഇറ്റ് വാസ് എ ഫിലിം ദാറ്റ് കം മെനി ഇയേഴ്സ് ബിഫോർ. ഈ സമയത്തിന് മുമ്പേ വരുന്ന ഒരു പടം ഇതായിരുന്നു അത്. ദെൻ ഇറ്റ് വാസ് ഈസി ഫോർ മീ. ആഫ്റ്റർ മീൻ ഒരു കാലത്ത് 2 വർഷം എടുത്ത് എനിക്ക് ഋതുഭേദം എടുക്കാൻ. And I worked with MT Vasudevan. What more do I want? അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് I've been very lucky. I worked with the best. I've learned a lot. വളരെ സ്മാർട്ടായ ഒരു അച്ഛനെയാണ് നമ്മൾ കണ്ടത്. വൺസ് അപ്പോൺ എ ടൈം ദെയർ വാസ് എ കലൻ. ഇത്രയും ഈ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഈ ഒരു കാലത്ത് എത്രത്തോളം പ്രാക്ടിക്കലാവണം അച്ഛനും അമ്മയും, എത്രത്തോളം ബുദ്ധിമാന്മാരായിരിക്കണം ഈ മക്കളെയൊക്കെ ടാക്കിൾ ചെയ്യാൻ? എന്താണ് വാട്ട്സ് യുവർ ഫ്രണ്ട്ലി മെസ്സേജ്? No, I think you must be a friend first to your children. Very true. But എല്ലാ ഇതിലും unless you're a very very close knit family, ബന്ധം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ബിക്കോസ് ആഫ്റ്റർ സം ടൈം ഈച്ച് വൺ ഇസ് ബിസി വിത്ത് അവനവൻ്റെ കാര്യത്തിൽ ബിസി ആവും. പിന്നെ ഏജ് ക്യാച്ചസ് അപ്പ്, no one bothers it. ഔസേപ്പ് ബച്ചൻ വാസ് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. എനിക്ക് അങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം വാസ് ഹിസ് ലോൺലിനെസ്. ഹി സിറ്റ്സ് അലോൺ. ആൻഡ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഐ ബി ഏബിൾ ടു. വെൻ ദേ കെയിം ടു മീ, എൻ്റെ അടുത്ത് വന്ന് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വൈ മീ, യു ഗോട്ട് സോ മെനി പീപ്പിൾ അവിടെ, അപ്പം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ചാലഞ്ചായിട്ട് എടുത്ത്. ആൻഡ് ഐ തിങ്ക് ഐ പുൾഡ് ഇറ്റ് ഓഫ്. ഐ ഡോണ്ട് നോ. The stage jury says, got the stage jury award for that. It was my first Kerala award. So it has come a full circle വന്നിട്ടുണ്ട് എൻ്റെ കരിയർ. Yeah, I didn't expect more. So thank you so much, sir. Thank you. I had a great time. Okay, thank you.